ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇപ്പം ഞാനുള്ളത് കണ്ണൂർ എയർപോർട്ടിലാണ് ഉള്ളത്. മട്ടന്നൂർ ഇതാ എയർപോർട്ടാന്ന് പറയുമ്പോൾ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഒരു വർഷത്തിന് ശേഷം നമ്മളെ ഏട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഏട്ടനെ കൂട്ടാൻ വേണ്ടി വന്നിട്ടില്ല കേട്ടാ. 12:45 ഓൻ ഏകദേശം ഒരു മണിയാകുമ്പോൾ കൂടി എത്താൻ വേണ്ടി പറഞ്ഞ്. ഇപ്പം 12:45 ഇതാ അടുത്തുണ്ട്, അനിയനുണ്ട്, പിന്നെ നസീർക്ക, നമ്മളെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തെ നസീർക്ക്. അപ്പോൾ ഓരോ വണ്ടി എടുത്തിട്ട് വന്നിന്. എൻ്റെ വണ്ടി കുറച്ച് ദിവസമായി ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് മൂലക്കിട്ടിട്ടേ. അപ്പോൾ അത് ശരിയാക്കിയിട്ടില്ല. അപ്പോൾ നസീർക്ക വന്നു. ഓന് ഉള്ളിലെത്തി മറ്റേ മെസ്സേജ് അയച്ചിന്, പുറത്തേക്ക് ചെയ്യാനായിട്ടില്ല. നമ്മളെ വണ്ടി കുറച്ച് അപ്പുറം വെച്ചിട്ട് നമ്മളിങ്ങോട്ട് നടക്കുകയത്. നമ്മൾ വീട്ടിൽ അമ്മയോട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ കൊല്ലം അമ്മയോട് പറയാണ്ട് അമ്മക്ക് സർപ്രൈസ് കൊടുത്തിന്. ഏടത്തിയോട് മുൻകൂട്ടി പറഞ്ഞേന്. അപ്പോൾ ഇപ്രാവശ്യം ഏടത്തിക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കാമെന്നല്ല വിചാരിച്ചിന്. ഏട്ടൻ ജോലി ചെയ്യുന്നത് മസ്കറ്റിലാണ്. അപ്പോൾ അവിടെ ചെറിയൊരു യുദ്ധത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഏടത്തിയോട് ആദ്യമേ വരുന്ന ദിവസം പറഞ്ഞു, അല്ലെങ്കിൽ ഏടത്തിക്ക് ഭയങ്കര ടെൻഷനാവൂലേ. അതുകൊണ്ട് ആദ്യമേ ഡേറ്റ് ഏട്ടൻ പറഞ്ഞിന് ഏടത്തിയോട്. അതുകൊണ്ട് ഏടത്തിനെയും കൂട്ടി നമ്മളിങ്ങോട്ട് വരുമ്പോൾ അമ്മയോട് പിന്നെ പറഞ്ഞിട്ടില്ല. നമ്മളെ ഗീതാഞ്ജീൻ്റെ വീടിൻ്റെ അടുത്ത് തെയ്യമുണ്ട്, ശ്രീകണ്ഠാപുരം കൂട്ടുമ്പോൾ. അപ്പോൾ ആടെ നമ്മൾ തെയ്യം കാണാൻ വേണ്ടി പോക്കാന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് വിട്ടിനേട്ടാ. അതിൻ്റെ തെയ്യം കാണാൻ വേണ്ടി പോയിന്. തെയ്യം കാണാൻ വേണ്ടി പോയി. അവിടെ ഇപ്പം തോറ്റാന്ന്, രാവിലെയാണ്, പുതിയ ഓത്രയാണ്. അപ്പോൾ രാവിലെ തെയ്യം. അപ്പോൾ അവിടെ പോയി അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് അവിടുന്ന് കുറച്ച് തോറ്റലുണ്ടായിരുന്നു. തോറ്റലും കണ്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നേട്ടെ. അപ്പോൾ അമ്മയോട് നമ്മൾ പറഞ്ഞു കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മയോട് ഈ മാസം ഏട്ടൻ വരുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ ഇന്ന് വരുമെന്നില്ല പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും അമ്മക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. നമ്മളിനിപ്പോൾ വീട്ടിൽ പോയിട്ട് വാതിലിൽ മുട്ടും. അപ്പോൾ അമ്മ തുറക്കും, അമ്മ ഞെട്ടും. നമ്മൾ എയർപോർട്ടിലെത്തിയാട്ടാ. വലിയ തിരക്കൊന്നുമില്ല. അടുത്താരോ ഫോണിലും വിളിക്കുന്നുണ്ടല്ലോ ഈ സമയം. ആരെയാണ് വിളിക്കുന്നത്? ഏട്ടനാ? ആരാന്ന്? ഏട്ടൻ വിളിക്കുന്നുണ്ട്. എവിടെ ഇല്ലേ? അത്തണ്ടാ? എന്നാ ഇങ്ങോട്ട് ഇറങ്ങാനായാ? 1/4 മണിക്കൂർ കഴിഞ്ഞാൽ അവൻ പുറത്തേക്ക് വരുന്നിട്ട് ഇപ്പം വിളിച്ചു പറഞ്ഞോലോ ഏട്ടത്തിയാ. ഇത് നമ്മളെ നസീർക്ക. എന്നിട്ട് നസീർക്ക പെരുന്നാളു ഇന്ന് പെരുന്നാളല്ലേ. അപ്പോൾ പെരുന്നാൾ അടിച്ചു പൊളിച്ച് അവിടെ വിരുന്നൊന്നും പറ്റില്ല. എന്താ അടുത്ത ആകാംക്ഷയില് ഏട്ടനെ നോക്കിക്കുന്നുണ്ട്. അടുത്തി എന്തുണ്ട്, ഉഷാറല്ലേ? എന്തെങ്കിലും ഉണ്ടാവും എൻ്റെ പൊട്ടിയിൽ തിന്നാ വിശക്കുന്ന്. ഇപ്പം സമയം പുലർച്ചെ 1 മണിയാവാൻ പോകുന്നു കേട്ടാ. ഉറക്കം വരുന്നു കേസ്, നല്ല ഉറക്കം വരുന്നുണ്ട്. എല്ലാവരും ഏട്ടനെ കാണാനുള്ള ഒരു സന്തോഷത്തിലാണ് കേട്ടോ. ഓന് എല്ലാ വർഷവും ലീവിന് വരുന്നതാണ്. ഓന് ഫെബ്രുവരിയിലാണ് ലീവിന് വരുത്ത്. ഇപ്രാവശ്യം നോമ്പ് നേരത്തെ ആയതുകൊണ്ട് ലീവ് കിട്ടിയിട്ടില്ല. ഇപ്പം നോമ്പ് കഴിഞ്ഞാച്ച് ഇന്ന് അവിടുന്ന് വിട്ടു. ഇത് ഓരോ ആൾക്കാർ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ ഏട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കലാന്ന്. ഇതാ നമ്മളെ ഏട്ടൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടാ. നമ്മളെ ഏട്ടനെ ഇതാ പുറത്തേക്ക് ഇറങ്ങി വരുന്ന നമ്മളെ ഏട്ടനെ ഇതാ എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ ഏട്ടൻ്റെ മുതലാളി ഏട്ടാ. എന്നുണ്ട് ഏട്ടാ? ഉഷാറല്ലേ? സുഖമല്ലേ? ഇത് കൂട്ടാൻ വേണ്ടി വന്നല്ലേ? ഇത് മുതലാളിൻ്റെ ഭാര്യയാണ്. അടുത്തതിൻ്റെ അടിപൊളിയല്ലേ കാണേ? ഈ സമയമാണ് നമ്മൾ മേക്കപ്പ് ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് സമയം കിട്ടിയിട്ടില്ല. നമ്മൾ വേറെ തെയ്യം കാണാൻ വേണ്ടി പോയിന്. അപ്പോൾ ആടുന്ന് വരുന്നതാണ്. ഇതെല്ലാം നമ്മളെ സാധനങ്ങളാ? ഒന്തിക്കോ. വണ്ടി വന്നോ? വണ്ടിയല്ലേ? വണ്ടി അപ്പുറമായിട്ടില്ലേ? ഇവരെല്ലാം കൂടിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. മുതലാളി, വൈഫ്, മുതലാളിൻ്റെ മോയെ അടുത്തമ്മ എല്ലാവരും കൂടിയിട്ട്.
എന്നാ പോവാ. അപ്പൊ ഇവർക്ക് കുറുമാത്തൂരൊക്കെ പോകണം. നിങ്ങളിപ്പോ കുറുമാത്തൂരൊക്കെ പോന്നേ, അടുത്ത് പോന്നേ. അപ്പൊ ഇവരോട് കമ്പിലാട്ടാ, ഏട്ടനോട് കമ്പിൽ നാറാത്താന്ന്, ഏച്ചിയോട് കുറുമാത്തൂര്. അപ്പൊ പിന്നെ കാണാം. ബൈ ബൈ. അടുത്ത് ഈ വന്നപ്പാടന്നെ ഏട്ടനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു കേട്ടാ. വെയിറ്റ് ഉണ്ടാ? എന്നാ തിന്നാണെന്നും കൊണ്ടാ പൊട്ടിക്കാൻ നോക്കി ഇപ്പൊ തന്നെ. നസീർക്ക തിന്നാണെന്നും കൊണ്ടാ? നസീർക്ക തിന്നണ്ടെന്നുണ്ടോ നോക്ക്. അടുത്തേക്ക് ബാഗ്. നമ്മൾ എയർപോർട്ടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ചെറിയ ചായക്കടയിൽ സൈഡാക്കിയിട്ടില്ല കേട്ടോ. ഏട്ടനൊരു ചായ വേണം പോലും. പിന്നെ നമ്മളെ ഡ്രൈവർ നസീർക്കും ചായ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇവർക്കൊരു കമ്പനി കൊടുക്കാൻ വെച്ചിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ. നല്ല ചൂട് പത്തലട്ടാ. എന്താ നസീർക്ക് വാങ്ങിയതാണ്. പിന്നെ നമ്മളും കൂടി വാങ്ങി. അടുത്ത് കഴിക്കുന്നുണ്ടാ? അടുത്ത് കടിയൊന്നും വേണ്ട. പിന്നെ മുട്ടിയുണ്ട് കേട്ടോ, പുയ്യ മുട്ട. നമ്മളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറിയതാ. ഇവർക്ക് കമ്പനിക്ക് ഇരിക്കാൻ വെച്ചു. പിന്നെ ഇവര് കഴിക്കുമ്പോൾ നമ്മളൊന്നും കഴിക്കണ്ടേ. നസീർക്ക് വന്നിട്ട് ഇന്നലെ വരെ നോമ്പെടുത്ത് അരിപ്പൊന്നും തിന്നാലേ? ഞാൻ നാട്ടിൽ 3 വീട്ടിലായിരുന്നു. മതിയാ മതിയാ കഴിച്ചോ, നാളെ വെച്ചോ. ഗൾഫാൻ്റെ ചിലവാ. 2 മുട്ടിയുണ്ട്. ഞാനും ഓരോ ഓർലക്സിന് പറഞ്ഞിട്ടാ. അവരാണ് നല്ല സ്ട്രോങ് ചായ കുടിക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ചായയെല്ലാം കുടിച്ച് അപ്പോൾ ഇനി നേരെ വീട്ടിലേക്കാണ്. അമ്മക്കൊരു സർപ്രൈസ് കൊടുക്കുക ഗൈസ്. നേരെ പോയിട്ട് വീട്ടിൽ നിന്ന് മണി അടിക്കുക. അപ്പോൾ അമ്മ വാല് ഉറക്കും. നമ്മളാന്ന് വിചാരിച്ചിട്ട് അമ്മ വാല് ഉറക്കുക. അപ്പോൾ ആദ്യം ഏട്ടനെ കാണും. അപ്പോൾ അടിപൊളിയാവും. നമ്മളങ്ങനെ വീട്ടിലെത്തിയാട്ടാ. അപ്പോൾ അമ്മേനെ വിളിക്കലാണ്. നമ്മളെല്ലാം കുറച്ച് പുറത്തേക്ക് നിന്നിട്ടല്ലേ. അപ്പോൾ ഏട്ടനാണെന്ന് അമ്മേനെ വിളിക്കുകയെന്ന്. അമ്മ തുറക്കുമെന്നറിയില്ല. മണിയടി അടുത്ത് തൂണ്ട് ഒളിച്ചു മണി അടിച്ചതാ. സുന്ദരി വരക്കുന്നുണ്ട് കേട്ടാ. സെൻട്രൽ നമ്മളിങ്ങോട്ട് മാറിയിക്കാം. അമ്മേ അമ്മ ഉറക്കത്തൊന്നും നമുക്ക് പറയാൻ കിട്ടുന്നില്ല. വാ നസീർക്ക, ഒരു കട്ടൻ ചായ കുടിക്കാം. വാ കേര് കേര്. അമ്മമ്മ ഉറക്കാ? നമ്മളെ ചങ്കമ്മ നല്ല ഉറക്കാന്ന്. സുന്ദരിനെ സ്നേഹ സുന്ദരിനെ ഉറങ്ങിക്കോ എന്നാ കളിക്കുന്നേ. അമ്മമ്മ ഉറങ്ങിനാ? അപ്പടെ ഉറങ്ങിനാ? ഇതാ കള്ളെ. അമ്മ കള്ളെ. ഫോണിൽ ചാർജ് കുത്തി വെച്ചാ നമ്മളെ നോക്കിയിരുന്നില്ല. അന്നല്ല കൊളുത്ത് അമ്മ ഓനെ കൊളുത്ത് നല്ല അടിപൊളി കൊളുത്തോട്ടെ. നല്ല ഉപ്പിലിട്ട മാങ്ങയുണ്ട്. മാങ്ങയും കൂടി കൊളുത്തും കൂടി അടിച്ച് മാട്ടട്ടെ. കൊരി തന്നെയാണല്ലോ കൊരിയും കൊണ്ടാ വന്നിന് അങ്ങനെ. ഇത് അമ്മ പെട്ടിയിലെടുത്ത് ആത്ത് വെക്കുന്നുണ്ട് കേട്ടാ. പെട്ടിയിലൊന്നും ഉണ്ടാവല്ലോ, അവിടെ കുറെ തുണികളെല്ലാം അത്. കൊളുത്തടേ അടുത്തേ കൊളുത്തില്ലേ? വെള്ളം ഒഴിച്ചിനാ?
ഇവന് ഭയങ്കര ചുമ പിടിച്ചണല്ലോ, ഭയങ്കര ചുമയാണല്ലോ. അപ്പൊ നസീർക്ക് ഓക്കെ, അപ്പൊ നസീർക്ക് വീട്ടിലേക്ക് ഓക്കെ കേട്ടാ. ഒറ്റ കൊടുക്കുവാ ഏട്ടാ ഭയങ്കര. നിങ്ങൾ എല്ലാം കൂടി ആടുന്ന് കാർന്ന് ഇങ്ങോട്ട് എടുത്തേ. കെട്ടിപ്പം പൊളിക്കുന്നുണ്ട് അടുത്ത്. അല്ല നിങ്ങൾ ഉറങ്ങിക്കോ, നമ്മള് കെട്ട് പൊളിക്കാം. ഓന്റെ കൊറേ തുണിയുണ്ട് അലക്കാത്ത. ഒരു വർഷം കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നില്ല. അപ്പോൾ ഏട്ടന് സ്പെഷ്യലായിട്ട് ഏടത്തിയമ്മ ആക്കിയൊരു സാധനം ഉണ്ട് കേട്ടോ. ഇതാ ഏട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏടത്തിയമ്മ ആക്കിയ സാധനം. നല്ല അടിപൊളി പന്നി ഇറച്ചി കേട്ടോ. നല്ല അടിപൊളി പന്നി ഇറച്ചി ആക്കി വെച്ചിട്ടുണ്ട്. ഏടത്തിയമ്മ തന്നെ വെച്ചിന് കേട്ടോ. പന്നി അല്ലാണ്ട് പറഞ്ഞു നിങ്ങളറി കൂമ്പ് വറവുണ്ട്, പുളുങ്കറി ഉണ്ട്. സമയം 2:30 ആയിട്ടാ. എനക്ക് അങ്ങനെ ഉറക്കം വന്നിട്ട് കാണുന്നില്ല. അപ്പോൾ ഏട്ടൻ കുളിച്ച് വന്നിട്ട് ഓനെ കുറച്ച് ചോറ് കൊടുത്ത ശേഷം കിടക്കാമെന്ന് വിചാരിക്കുന്നത്. ഓൻ ചോറ് തന്നെയല്ല നിങ്ങൾ കാണണ്ടേ, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ടല്ലാന്ന്. ഓ ഭയങ്കര ചുമയാന്നല്ലോടാ. നീ വരുമ്പോൾ ചുമച്ചിട്ടില്ല, ഇത് ഇങ്ങനെ ചുമ. ഏട്ടി കാലത്ത് ആശുപത്രിയിൽ പോകേണ്ടി വരുവാ. ഭയങ്കര ചുമയാന്നല്ലോ. തണുപ്പ് കുടിച്ചിട്ടാ. ഇവിടെ പുളുങ്കറി, പുളുങ്കറിയുണ്ട്, പന്നിയിറച്ചിയുണ്ട്, ചോറുണ്ട്. പിന്നെ നല്ല ഏട്ടന് ഇഷ്ടപ്പെട്ട സാധനം ഇത് കേട്ടോ. മാങ്ങ ഉപ്പിലിട്ടെ നല്ല അടിപൊളി സാധനമാണ്. പിന്നെ അച്ചാറ്, കഴിഞ്ഞ ദിവസം വാർപ്പാണ് അച്ചാർ വാങ്ങിനു, മാങ്ങ അച്ചാർ. അമ്പാമ്പോ ഭയങ്കര സൗണ്ടാന്നല്ലോ. മാമനെ കുളിച്ച് മതിയാക്ക്, നാളെ കുളിക്കാം. ഓ ഓ ഓ ഭയങ്കര ചുമ പിടിച്ചിനാട്ടാ, ഭയങ്കര ചുമയാ, ഭയങ്കര സൗണ്ട്. ഗൾഫാരൻ കുളിച്ചിറങ്ങിയിട്ടുണ്ട്. ഇതാ കാവ്യയിൽ എടുക്കുന്നുണ്ട്. ആ നടക്കാത്ത വാച്ച്, നടക്കാത്ത വാച്ച് ബില്ല കമ്പനി. പക്ഷെ നടക്കൂല. എല്ലാരും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അമ്മമ്മേന്റെ അടുത്ത് വന്ന് ഇരുന്നിട്ടില്ല കേട്ടാ. അമ്മമ്മ നല്ല ഉറക്കാറുണ്ട്, അമ്മമ്മനെ വിളിച്ചെണീപ്പിക്കുന്നില്ല. എന്നാലും അമ്മമ്മനെ ഫോട്ടോത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുത്തു. ഹലോ ഗേസ്. ഹലോ ഗേസ്. ഓനെപ്പം കണ്ടിട്ട് പഠിച്ചു. ഹലോ ഗേസ്. ഇനി എപ്പോ നിന്റെ വീഡിയോ അല്ലേ, ഇവ നല്ലോണം പാട്ടെല്ലാം പാടും. അപ്പൊ ഇവന്റെ പാട്ടിലായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വരും കേട്ടോ. അപ്പൊ ഫുഡ് കഴിക്കുന്ന നീ ഫുഡ് കഴിക്കുന്ന നീ ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കണം, എന്നിട്ട് മതിയാക്കലേ. നീ ഫുഡ് കഴിക്കുന്നതും കാണിക്കണം, എന്നിട്ട് മതിയാക്കലേ. അല്ല നിനക്ക് തന്നിരുന്ന് പറയണ്ടേ എല്ലായിടത്തേ. നമ്മള് ഫുഡ് എനിക്ക് തന്നിന്ന് പറയണ്ടേ. ഇത്തിരി സമയം 2:30 ആയി. ആ ഓട്ടർമ നീ വരാൻ വേണ്ടിട്ട് കാത്തിരുന്നാണ്. അങ്ങനെ നമ്മളെ ഗൾഫുകാരന് നമ്മളിതാ വീട്ടിൽ വന്നപ്പാട് ചോറ് കൊടുക്കുന്നുണ്ട്. ചോറും പന്നിയിറച്ചും പുളുങ്കറിയും പിന്നെ കൂമ്പ് വറവുണ്ട് കേട്ടോ. അടുത്തേക്ക് ഉറക്കം വന്നിട്ട് ഒന്നും തിരിയുന്നില്ല അല്ലേ. വേഗം അത് പാത്രം പഠിച്ചു വെച്ചോട്ടെ കേട്ടാ. കിടന്നോ. കൂമ്പറവ് നല്ല അടിപൊളി നാടേ. നമുക്കുണ്ട. ആ നിനക്ക് കുറച്ചാ, നിനക്കൊന്നുമില്ല. ആ അപ്പൊ ഞാൻ ഉറങ്ങാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പോക്കായി എനിക്ക് ഉറക്കം നിൽക്കാനില്ല. ഓ മെല്ലെ ചോറ് കഴിച്ചിട്ട് കിടന്നോട്ട്, തിരക്കൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ടാറ്റ പറമാനെ. ഗൾഫ് വരാം, ടാറ്റ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.